ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് ബ്രേക്കിംഗ് സെഷൻ കേട്ടോ ഓരോ വീഡിയോ വരുന്നത്. കാരണം പുതിയ ക്വാർട്ടറിൽ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല ഗൈസ് വീട്ടിൽ ജോലികൾ ഞാനിവിടെ കാര്യം എനിക്ക് എന്താണെന്ന് അറിയില്ല. ഔട്ട്ലീവിൽ ഇരിക്കണേക്കാളും സമയം ഇവിടെ ഒട്ടും കിട്ടാത്ത പോലെ തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനേ പറ്റുന്നില്ല. പിന്നെ അവൻ നല്ല വാശിയും കരച്ചിലൊക്കെ ആകുമ്പോൾ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ടി വിയിൽ മൊബൈൽ കണക്ട് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ലീവിന് പോകാൻ തീരുമാനിച്ചു കേട്ടോ. 6 മാസത്തിന് ശേഷമാണ് ലീവിന് പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് എപ്പോഴും പോകാറ് കേട്ടോ. ഫ്രൂട്ട്സും കൂടെ എടുക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ ഈ പ്രാവശ്യം രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെ വന്നു കേട്ടോ. 8:10 ട്രെയിന് ഞങ്ങൾ 6:30 ആകുമ്പോൾ എത്തിയിട്ടോ. ഒരുപാട് നേരം പോസ്റ്റ് അടിച്ചിരുന്നേ. അന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിറ്റേന്നും എനിക്ക് അതിന് എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ അത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. യാനുവിന് പറ്റിയൊരു ഫ്രണ്ട് കിട്ടി, ഞങ്ങൾക്കും പറ്റിയൊരു ഫാമിലി കിട്ടി കേട്ടോ. 2 ദിവസം പോയതേ അറിഞ്ഞില്ല. നല്ലപോലെ എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്ത് കേട്ടോ. പിന്നെ എനിക്ക് ഫുഡിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ, അതൊക്കെ തന്നെയാണ് കഴിച്ചത്. പിന്നെ ഇടയിൽ ഇങ്ങനെ കോഫിയും അങ്ങനെയൊക്കെ. പിന്നെ പാലക്കാട് എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി, കാരണം നമ്മുടെ നാടെത്തിയല്ലോ. പക്ഷേ സ്റ്റേഷൻ എത്തിയപ്പോൾ ഭയങ്കര ചൂട്, പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അമ്മ കോൾ ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് ചൂടാണെന്ന്, പക്ഷേ ഇത്ര ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിയിൽ ചൂട് കാരണമാണ് തോന്നുന്നു ഞാൻ കുറേ വൊമിറ്റ് ചെയ്തു. എനിക്ക് ആകെ വയ്യായിരുന്നു. എത്രയും പെട്ടെന്ന് വീട് എത്രന്നായിരുന്നു ഞാൻ പോയത് കേട്ടോ. എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോയത്. അവിടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നേ. എൻ്റെ ബ്രദർ ഇവിടെ ഇല്ല കേട്ടോ, പുറത്താണ്. അങ്ങനെ ഞാൻ പോയി അറിഞ്ഞ ഒരു ഉറക്കമായിരുന്നു. ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ അതേ അച്ഛൻ തിരികെ എത്തിക്കുന്നു, ആൾ ഫ്രഷ് ആയി നിൽക്കുന്നു. ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ പിന്നെ എന്നെയൊന്നും അവനിക്ക് വേണ്ട. അങ്ങനെ ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഫ്രഷായി ഭക്ഷണം കഴിച്ചാൽ നേരത്തെ കിടക്കാന്നുള്ളൊരു മൈൻഡായിരുന്നു. അവൻ്റെ കാര്യമൊക്കെ അച്ഛനമ്മ നോക്കുന്നുണ്ടോ. അപ്പോൾ അമ്മ വിളിച്ച് ചോദിച്ചു നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടി. അമ്മ വയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം മത്തിപ്പൊളിയാണ് കേട്ടോ. അതും പാലക്കാടൻ മത്തിപ്പൊളി. ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മത്തി കറിയാനും മത്തിപ്പൊളി മാത്രമല്ല മത്തി ഫ്രൈയും ഉണ്ടായിരുന്നു, അയില ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.